പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായവും വലിയ അധ്യായങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് 2 ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യ ഭാഗം. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 59 വാക്യങ്ങൾ. 2. വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 6 ശീർഷകങ്ങൾ. 3. വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ്? പിടിക്കപ്പെട്ട വ്യഭിചാരിണി. 4. കൂടാരത്തിരുന്നാളിൽ പങ്കെടുത്തതിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക്. 5. ഒലിവുമലയിലേക്ക് പോയ യേശു എപ്പോഴാണ് തിരികെ വന്നത്? അതിരാവിലെ. 6. ഒലിവുമലയിലേക്ക് പോയ യേശു അതിരാവിലെ എവിടേക്കാണ് തിരികെ വന്നത്? ദേവാലയത്തിലേക്ക്. 7. ഒലിവുമലയിലേക്ക് പോയ യേശു അതിരാവിലെ ദേവാലയത്തിൽ തിരികെ എത്തിയപ്പോൾ ആരാണ് യേശുവിൻ്റെ അടുത്തെത്തിയത്? ജനങ്ങൾ. 8. ഒലിവുമലയിലേക്ക് പോയ യേശു അതിരാവിലെ ദേവാലയത്തിൽ തിരികെ എത്തി എന്താണ് അവിടെ ഇരുന്ന് ചെയ്തത്? ജനങ്ങളെ പഠിപ്പിച്ചു. 9. യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിയമജ്ഞരും ഫരിസേയരും ആരെയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയത്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ. 10. എപ്പോഴാണ് നിയമജ്ഞരും ഫരിസേയരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയത്? യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 11. ആരൊക്കെയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയത്? നിയമജ്ഞരും ഫരിസേയരും. 12. നിയമജ്ഞരും ഫരിസേയരും ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവളുടെ മേൽ എന്ത് കുറ്റാരോപണമാണ് നിയമജ്ഞരും ഫരിസേയരും യേശുവിനോട് ഉന്നയിച്ചത്? വ്യഭിചാരം. 13. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവർക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്? കല്ലെറിയണമെന്ന്. 14. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവരെ കല്ലെറിയണമെന്ന് എവിടെയാണ് കൽപ്പിച്ചിട്ടുള്ളത്? മോശയുടെ നിയമത്തിൽ. 15. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയണമെന്ന് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നിയമജ്ഞരും ഫരിസേയരും യേശുവിനോട് ചോദിച്ചത് എന്താണ്? നീ എന്തു പറയുന്നു എന്ന്. 16. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയണമെന്ന് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ നിയമജ്ഞരും ഫരിസേയരും യേശുവിനോട് നീ എന്തു പറയുന്നുവെന്ന് ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? യേശുവിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ. 17. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന നിയമജ്ഞരും ഫരിസേയരും ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതിനെപ്പറ്റി യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. 18. യേശു കുനിഞ്ഞ് നിലത്ത് എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്? വിരൽ കൊണ്ട്. 19. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയണമെന്ന് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ നിയമജ്ഞരും ഫരിസേയരും യേശുവിനോട് നീ എന്തു പറയുന്നുവെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. 20. നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞത് ആരോടൊക്കെയാണ്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി വന്ന നിയമജ്ഞരോടും ഫരിസേയരോടും. 21. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ആരെ കല്ലെറിയട്ടെ എന്നാണ് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും പറഞ്ഞത്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ. 22. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് നിയമജ്ഞരോടും ഫരിസേയരോടും പറഞ്ഞ ശേഷം യേശു എന്താണ് ചെയ്തത്? വീണ്ടും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. 23. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് നിയമജ്ഞരോടും ഫരിസേയരോടും പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്?
മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. 23 നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് നിയമജ്ഞരോടും ഫരിസേയരോടും പറഞ്ഞപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടപ്പോൾ അവശേഷിച്ചത് ആരൊക്കെയാണ്? നടുവിൽ നിന്നിരുന്ന സ്ത്രീയും യേശുവും. 24 നിയമജ്ഞരും ഫരിസേയരും പിടിച്ചുകൊണ്ടുവന്ന വ്യഭിചാരിണിയോട് യേശു ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? സ്ത്രീയെ അവർ എവിടെ? 25 നിയമജ്ഞരും ഫരിസേയരും പിടിച്ചുകൊണ്ടുവന്ന വ്യഭിചാരിണിയോട് യേശു ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആരും നിന്നെ വിധിച്ചില്ലേ? 27 നിയമജ്ഞരും ഫരിസേയരും പിടിച്ചുകൊണ്ടുവന്ന വ്യഭിചാരിണിയോട് സ്ത്രീയെ അവർ എവിടെയെന്നും ആരും നിന്നെ വിധിച്ചില്ലേ എന്നും ചോദിച്ച യേശുവിനോട് ഇല്ല കർത്താവേ എന്ന് പറഞ്ഞ അവളോട് യേശു പറഞ്ഞതെന്തൊക്കെയാണ്? ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. 28 വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? യേശു ലോകത്തിന്റെ പ്രകാശം. 29 യേശു എന്താണെന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്? ലോകത്തിന്റെ പ്രകാശം. 30 യേശുവിനെ അനുഗമിക്കുന്നവൻ എവിടെ നടക്കുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? അന്ധകാരത്തിൽ. 31 യേശുവിനെ അനുഗമിക്കുന്നവന് എന്ത് ഉണ്ടായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ജീവന്റെ പ്രകാശം. 32 നീ തന്നെ നിനക്ക് എന്ത് നൽകുന്നു എന്നാണ് ഫരിസേയർ പറഞ്ഞത്? സാക്ഷ്യം. 33 യേശുവിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഫരിസേയർ. 34 താൻ തന്നെ തനിക്ക് സാക്ഷ്യം നൽകിയാലും തൻ്റെ സാക്ഷ്യം എന്താണെന്നാണ് യേശു പറഞ്ഞത്? തൻ്റെ സാക്ഷ്യം സത്യമാണെന്ന്. 35 യേശു എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ആർക്കറിയാമെന്നാണ് യേശു പറഞ്ഞത്? യേശുവിന്. 36 യേശു എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആര് അറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? ഫരിസേയർ. 37 ഫരിസേയരുടെ വിധി എങ്ങനെയുള്ളതെന്നാണ് യേശു പറഞ്ഞത്? മാനുഷികം. 38 യേശു ആരെയും എന്ത് ചെയ്യുന്നില്ല എന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത്? ആരെയും വിധിക്കുന്നില്ല എന്ന്. 39 യേശു വിധിക്കുന്നെങ്കിൽ യേശുവിൻ്റെ വിധി എങ്ങനെയുള്ളതെന്നാണ് യേശു പറഞ്ഞത്? സത്യമാണെന്ന്. 40 യേശുവിൻ്റെ വിധി സത്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശു തനിച്ചല്ല, യേശുവിനെ അയച്ച പിതാവും യേശുവിനോട് കൂടെയുണ്ട് എന്നതിനാൽ. 41 എത്ര പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് ഫരിസേയരുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് യേശു പറഞ്ഞത്? 2 പേരുടെ സാക്ഷ്യം. 42 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് ഫരിസേയരുടെ എന്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് യേശു പറഞ്ഞത്? നിയമത്തിൽ തന്നെ. 43 യേശുവിനെ കൂടാതെ വേറെ ആരാണ് യേശുവിന് സാക്ഷ്യം നൽകുന്നത്? യേശുവിനെ അയച്ച പിതാവ്. 44 എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. ഇങ്ങനെ യേശു പറഞ്ഞപ്പോൾ യഹൂദർ യേശുവിനോട് ചോദിച്ചത് എന്താണ്? നിന്റെ പിതാവ് എവിടെയാണ്? 45 നിന്റെ പിതാവ് എവിടെയാണ് എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് മറുപടിയായി ആരെയൊക്കെ ഫരിസേയർ അറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? യേശുവിനെയോ യേശുവിൻ്റെ പിതാവിനെയോ? 46 ആരെ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്? യേശുവിനെ. 48 ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ ആരും പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. 49 വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? യഹൂദർക്ക് മുന്നറിയിപ്പ്. 50 യേശു വീണ്ടും യഹൂദരോട് എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്? 4 കാര്യങ്ങൾ. 51 താൻ പോകുന്നു എന്ന് പറഞ്ഞ യേശു
യഹൂദർ തന്നെ എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? അന്വേഷിക്കുമെന്ന്. 52 യഹൂദർ അവരുടെ എന്തിൽ മരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? അവരുടെ പാപത്തിൽ. 53 യഹൂദർക്ക് എവിടേക്ക് വരാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? യേശു പോകുന്നിടത്തേക്ക്. 54 താൻ പോകുന്നിടത്തേക്ക് വരാൻ യഹൂദർക്ക് കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ എന്താണ് യഹൂദർ ചിന്തിച്ചത്? യേശു ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന്. 55 യഹൂദർ എവിടെയുള്ളവരെന്നാണ് യേശു പറഞ്ഞത്? താഴെയുള്ളവർ. 56 യേശു എവിടെയുള്ളവനെന്നാണ് യേശു പറഞ്ഞത്? മുകളിൽ നിന്നുള്ളവൻ എന്ന്. 57 യഹൂദർ എന്തിൻ്റേത് എന്നാണ് യേശു പറഞ്ഞത്? ലോകത്തിൻ്റേത്. 58 ലോകത്തിൻ്റേത് അല്ലാത്തത് ആരാണ്? യേശു. 59 എന്ത് ചെയ്തില്ലെങ്കിൽ യഹൂദർ തങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ. 60 ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ യഹൂദർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് യേശു അവരോട് പറഞ്ഞത്? അവരുടെ പാപങ്ങളിൽ മരിക്കും. 61 ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ യഹൂദർ അവരുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ യേശുവിനോട് ചോദിച്ചത് എന്താണ്? നീ ആരാണ്? 62 നീ ആരാണ് എന്ന് യേശുവിനോട് യഹൂദർ ചോദിച്ചപ്പോൾ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ. 63 യഹൂദരെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നാണ് യേശു പറഞ്ഞത്? പലതും പറയാനും വിധിക്കാനും. 64 യേശുവിനെ അയച്ചവൻ എങ്ങനെയുള്ളവൻ എന്നാണ് യേശു പറഞ്ഞത്? സത്യവാൻ. 65 എന്താണ് ലോകത്തോട് യേശു പറയുന്നത്? യേശുവിനെ അയച്ച സത്യവാനായ പിതാവിൻ്റെ അധരത്തിൽ നിന്ന് കേട്ടത്. 66 യേശുവിനെ അയച്ച സത്യവാനായ പിതാവിൻ്റെ അധരത്തിൽ നിന്ന് കേട്ടത് യേശു ആരോടാണ് പറയുന്നത്? ലോകത്തോട്. 67 ആരെക്കുറിച്ചാണ് യഹൂദരോട് യേശു സംസാരിച്ചതെന്ന് അവർക്ക് മനസ്സിലാകാത്തത്? പിതാവിനെക്കുറിച്ച്. 68 യേശു സംസാരിച്ചത് പിതാവിനെക്കുറിച്ചാണെന്ന് മനസ്സിലാകാത്തത് ആർക്കാണ്? യഹൂദർക്ക്. 69 ആരെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് യേശു പറഞ്ഞത്? മനുഷ്യപുത്രനെ. 70 മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയാണെന്നും ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നും പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത്. ഒന്നും സ്വമേധയാ പ്രവർത്തിക്കുന്നില്ലെന്ന്. 71 മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയാണെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും പ്രത്യുത എങ്ങനെ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് യേശു പറഞ്ഞത്? തൻ്റെ പിതാവ് തന്നെ പഠിപ്പിച്ചതുപോലെ. 72 ആര് തൻ്റെ കൂടെയുണ്ടെന്നാണ് യേശു പറഞ്ഞത്? യേശുവിനെ അയച്ചവൻ. 73 യേശുവിനെ തനിയെ വിട്ടിരിക്കുകയല്ലാത്തത് ആരാണ്? യേശുവിനെ അയച്ചവൻ. 74 യേശുവിനെ അയച്ചവൻ യേശുവിൻ്റെ കൂടെയുണ്ടെന്നും അവിടുന്ന് യേശുവിനെ തനിയെ വിട്ടിരിക്കുകയല്ല എന്നും യേശു പറയാൻ കാരണമെന്താണ്? യേശു എപ്പോഴും തന്നെ അയച്ചവന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നതിനാൽ. 75 തന്നെ അയച്ചവൻ തന്നോട് കൂടെയുണ്ടെന്നും അവിടുന്ന് തന്നെ തനിയെ വിട്ടിരിക്കുകയല്ല എന്നും കാരണം താൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നുവെന്നും യേശു പറഞ്ഞപ്പോൾ ആരാണ് അവനിൽ വിശ്വസിച്ചത്? വളരെ പേർ.